അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും അബു ഐമൻ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 5ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം 2ാം ഭാഗത്തിലെ 15ാമത്തെ അധ്യായമാണ്. നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. അദ്ദർസു ഖാമിസ അശറ, ഇമാമുസ്സുന്ന. നീ ബഗ്ദാദിൽ പോകണം. ഈ കത്ത് അഹ്മദ് ബിനു ഹംബൽ റളിയല്ലാഹു അൻഹുവിന് കൊടുക്കണം. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ശിഷ്യനായ റബീഉ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. കത്തുമായി റബീഉ ബഗ്ദാദിലെത്തി. കത്ത് വായിച്ച് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. താങ്കൾ എന്തിനാണ് കരയുന്നത്? റബീഉ ചോദിച്ചു. അദ്ദേഹം കത്തിലെ വരികൾ വായിച്ചു കേൾപ്പിച്ചു. ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, താങ്കൾ അഹ്മദ് ബിൻ ഹംബലിനോട് എൻ്റെ സലാം പറയണം. ഖുർആൻ സൃഷ്ടിയാണെന്ന പിഴച്ച വാദക്കാരുടെ ഫിത്ന കൊണ്ട് താങ്കൾ പരീക്ഷിക്കപ്പെടും. അല്ലാഹു തആല താങ്കളെ സത്യത്തിൽ ഉറപ്പിച്ചു നിർത്തും. താങ്കളുടെ അറിവ് ലോകാവസാനം വരെ അല്ലാഹു തആല നിലനിർത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ലഭിച്ച ആശീർവാദം അദ്ദേഹത്തെ വളരെ സന്തോഷിപ്പിച്ചു. തൻ്റെ ഷർട്ട് റബീഇന് സമ്മാനമായി നൽകി. തൻ്റെ പ്രിയ ഗുരു ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് മറുപടി എഴുതി അദ്ദേഹം റബീഉ റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. മറുപടിയുമായി റബീഉ റളിയല്ലാഹു അൻഹു ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തെത്തി. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വല്ലതും തന്നിരുന്നോ? റബീഉ റളിയല്ലാഹു അൻഹു തനിക്ക് കിട്ടിയ ഷർട്ട് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന് കാണിച്ചു കൊടുത്തു. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, താങ്കൾ ഭാഗ്യവാനാണ്. അത് നനച്ച വെള്ളം എനിക്ക് തരൂ, ഞാൻ അതുകൊണ്ട് ബറക്കത്തെടുക്കട്ടെ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഹിജ്റ 164 ബഗ്ദാദിൽ ജനിച്ചു. 3ാം വയസ്സിൽ പിതാവ് മരണപ്പെട്ടു. വളരെ ദാരിദ്ര്യം നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. കൂലിവേല ചെയ്തും കർഷകർ ഉപേക്ഷിക്കുന്ന വിളകൾ ശേഖരിച്ചും അദ്ദേഹം വിശപ്പകറ്റി. ചെറുപ്പത്തിൽ തന്നെ അറിവ് തേടിയുള്ള യാത്രകൾ തുടങ്ങി. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ലോക പണ്ഡിതന്മാരിൽ നിന്ന് അറിവ് പഠിച്ചു. 10 ലക്ഷത്തിലധികം ഹദീസുകൾ അദ്ദേഹം മനഃപ്പാടമാക്കിയിരുന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു, ഇമാം അബൂദാവൂദ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ ഹദീസ് പണ്ഡിതന്മാരെല്ലാം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽപ്പെട്ടവരാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയാണ് മുസ്നദ്. 7 ലക്ഷം ഹദീസുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഹദീസുകളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ കർമ്മശാസ്ത്ര വഴിയാണ് ഹംബലി മദ്ഹബ്. സഊദി അറേബ്യ, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിലെ ജനങ്ങൾ ഹംബലി മദ്ഹബ് പിന്തുടർന്ന് ജീവിക്കുന്നു. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഫിഖ്ഹിലും തഖ്വയിലും ഉയർന്ന മറ്റൊരാളെ ബഗ്ദാദിൽ ഞാൻ കണ്ടിട്ടില്ല. ദാനമോ പാരിതോഷികമോ അദ്ദേഹം സ്വീകരിച്ചിരുന്നില്ല. ഭക്ഷണം ലഭിക്കാത്തതിനാൽ ഒരിക്കൽ അദ്ദേഹം 3 ദിവസം പട്ടിണി കിടന്നു. അതറിഞ്ഞ ഒരു പണ്ഡിതൻ റൊട്ടിയുണ്ടാക്കി അദ്ദേഹത്തിനു നൽകി. ഭരണകൂടത്തിൽ നിന്ന് സമ്മാനം സ്വീകരിക്കുന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ റൊട്ടി ഇമാം സ്വീകരിച്ചില്ല. ഭരണകൂടം നൽകുന്ന സമ്മാനം സ്വീകരിക്കാൻ പാടില്ല എന്നായിരുന്നു ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ വീക്ഷണം. ഒരിക്കൽ യമനിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ വസ്ത്രം കളവുപോയി. നല്ല വസ്ത്രമില്ലാത്തതിനാൽ പുറത്തിറങ്ങാൻ സാധിച്ചില്ല. പലരും വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ മുന്നോട്ട് വന്നെങ്കിലും അദ്ദേഹം സ്വീകരിക്കാൻ തയ്യാറായില്ല. പിന്നീട് പകർത്തി എഴുതിയതിനു കിട്ടിയ കൂലി കൊണ്ടാണ് അദ്ദേഹം വസ്ത്രം വാങ്ങിയത്. ഇമാമുകൾക്കിടയിൽ കൂടുതൽ പീഡനങ്ങളും ദീർഘകാലത്തെ ജയിൽവാസവും സഹിച്ച വ്യക്തിയാണ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു. അഹ്ലുസുന്നയുടെ ആശയങ്ങൾ തുറന്നു പറഞ്ഞതിനാൽ അദ്ദേഹത്തെ അക്കാലത്തെ ഭരണകൂടം കഠിനമായി ഉപദ്രവിച്ചു.
പക്ഷേ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയത്തിൽ നിന്ന് അദ്ദേഹം അളവ് വ്യതിചലിച്ചില്ല. ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നുമുള്ള തെളിവുകൾ ഉദ്ധരിച്ച് അദ്ദേഹം ബിദ്അത്തിൻ്റെ വാദങ്ങൾ ഗണ്ണിച്ചു. കഠിനമായ പീഡനങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ വല്ലാതെ ക്ഷയിപ്പിച്ചു. ഹിജ്റ 241 റബീഉൽ അവ്വൽ 12 വെള്ളിയാഴ്ച രാവിലെ അദ്ദേഹം വഫാത്തായി. ജനാസ നിസ്കാരത്തിൽ 8 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുത്തു. സബറൽ ഇമാമു അഹ്മദു അലൽ മിഹനി കസീറ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വലിയ ക്ഷമ കൈക്കൊണ്ടു. ഇനി നമുക്ക് തദ്രീബാത്തിലേക്ക് പ്രവേശിക്കാം. ആദ്യ വർക്ക് നഖ്റഉ വനഫ്ഹമു. നമുക്ക് വായിക്കാം, നമുക്ക് ഗ്രഹിക്കാം. ബഗ്ദാദ്, ഇറാഖിലെ ഒരു സ്ഥലം. റുഇയ, സ്വപ്നം. ജായിസത്ത്, സമ്മാനം. മുസന്നിഫ്, ഗ്രന്ഥകർത്താവ്. ബറക്കത്ത്, അഭിവൃദ്ധി. ഇമാമുസുന്ന അഹ്മദ് ബിനു ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ അപരനാമം. മുസ്നദു അഹ്മദ് റളിയല്ലാഹു അൻഹു. അഹ്മദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് ഗ്രന്ഥം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരി എന്ന കിതാബിൻ്റെ മുസന്നിഫ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ മുസ്ലിം എന്ന കിതാബിൻ്റെ മുസന്നിഫ്. അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു സുനനു അബീ ദാവൂദ് എന്ന കിതാബിൻ്റെ മുസന്നിഫ്. രണ്ടാമത്തെ വർക്ക് നംലഉൽ ജദവൽ, പട്ടിക പൂർത്തിയാക്കാനാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. പൂർണ്ണനാമം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ജനനം ബഗ്ദാദ്, ഹിജ്റ 164. പിതാവിൻ്റെ പേര് മുഹമ്മദ് ബിൻ ഹംബൽ. വഫാത്ത് ഹിജ്റ 241 റബീഉൽ അവ്വൽ 12 വെള്ളിയാഴ്ച രാവിലെ. വയസ്സ് 77. ഖബർ ബഗ്ദാദ്. ഇനി നമുക്ക് മൂന്നാമത്തെ വർക്ക് നോക്കാം. നുബയ്യിനു സിയാഖ്, സന്ദർഭം വിവരിക്കാനാണ്. അത് നനച്ച വെള്ളം എനിക്ക് തരൂ, ഞാൻ അതുകൊണ്ട് ബറക്കത്തെടുക്കട്ടെ. ഇത് ആര് ആരോട് എപ്പോൾ പറഞ്ഞു? നോക്കാം. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൽ നിന്നും റബീഉ റളിയല്ലാഹു അൻഹുവിന് സമ്മാനമായി ലഭിച്ച കുപ്പായം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ കാണിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, അത് നനച്ച വെള്ളം എനിക്ക് തരൂ, ഞാൻ അതുകൊണ്ട് ബറക്കത്തെടുക്കട്ടെ. നാലാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. നംല ഉൽ ഫറാഗ്, വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. 1. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഡാഷ് എന്ന പേരിൽ അറിയപ്പെട്ടു. അവിടെ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഇമാമു അഹ്ലി സുന്ന എന്ന പേരിൽ അറിയപ്പെട്ടു. 2. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഡാഷ് വയസ്സിൽ പിതാവ് മരണപ്പെട്ടു. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവിൻ്റെ 3-ാം വയസ്സിൽ പിതാവ് മരണപ്പെട്ടു. 3. ഭരണകൂടം നൽകുന്ന ഡാഷ് സ്വീകരിക്കാൻ പാടില്ല എന്നായിരുന്നു ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീക്ഷണം. അവിടെ ഭരണകൂടം നൽകുന്ന സമ്മാനം സ്വീകരിക്കാൻ പാടില്ല എന്നായിരുന്നു ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീക്ഷണം. സമ്മാനമെന്ന് ചേർത്തു കൊടുക്കാം. 4. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ നിസ്കാരത്തിൽ ഡാഷ് ആളുകൾ പങ്കെടുത്തു. അവിടെ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ നിസ്കാരത്തിൽ 8 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുത്തു. 8 ലക്ഷത്തിലധികം എന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം.
അഞ്ചാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. നുഇദ്ദു അസ്ഇലത്തൻ വ അജ്വിബ. ചോദ്യങ്ങളും ഉത്തരങ്ങളും തയ്യാറാക്കാനാണ്. നോക്കാം. 1. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ആരുടെ കയ്യിലാണ് കത്ത് കൊടുത്തയച്ചത്? ഉത്തരം: റബീഉ റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിൽ. 2. ആരിലേക്കാണ് കത്ത് കൊടുത്തയച്ചത്? ഉത്തരം: അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിലേക്ക്. 3. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദ് ആര്? ഉത്തരം: ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. 4. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു റബീഉ റളിയല്ലാഹു അൻഹുവിന് നൽകിയ സമ്മാനം എന്ത്? ഉത്തരം: അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ഷർട്ട്. 5. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ എത്രാം വയസ്സിലാണ് ഉപ്പ മരണപ്പെട്ടത്? ഉത്തരം: 3-ാം വയസ്സിൽ. 6. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എത്ര ഹദീസ് മനഃപ്പാഠമാക്കിയിരുന്നു? ഉത്തരം: 10 ലക്ഷത്തിലധികം ഹദീസുകൾ. 7. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രമുഖ ശിഷ്യന്മാർ ആരെല്ലാം? ഉത്തരം: ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു. 8. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രധാന കൃതി ഏത്? ഉത്തരം: മുസ്നദ്. 9. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ കർമ്മശാസ്ത്ര വഴി ഏത്? ഉത്തരം: ഹംബലി മദ്ഹബ്. 10. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ജയിലിലടക്കാൻ കാരണമെന്ത്? ഉത്തരം: അഹ്ലുസുന്നയുടെ ആശയം തുറന്നു പറഞ്ഞതിനാൽ. ഇനി നമുക്ക് 6-ാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. നസ്ൽ ചേരുംപടി ചേർക്കാനാണ്. 1. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ ആലിമു ഖുറൈശ് എന്നറിയപ്പെട്ടു. 2. റബീഉ റളിയല്ലാഹു അൻഹു. റബീഉ റളിയല്ലാഹു അൻഹു ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യനാണ്. 3. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഇമാമുസ്സുന്ന എന്ന പേരിൽ അറിയപ്പെട്ടു. 4. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യനാണ്. ഇനി നമുക്ക് 7-ാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. നുഇദ്ദുൽ മുദക്കിറ. പാരഗ്രാഫ് തയ്യാറാക്കാം. 1. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു സഹിച്ച പീഡനങ്ങൾ. ഉത്തരം: ഇമാമുകൾക്കിടയിൽ കൂടുതൽ പീഡനങ്ങളും ദീർഘകാലത്തെ ജയിൽവാസവും സഹിച്ച വ്യക്തിയാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. അഹ്ലുസുന്നയുടെ ആശയങ്ങൾ തുറന്നു പറഞ്ഞതിനാൽ അദ്ദേഹത്തെ അക്കാലത്തെ ഭരണകൂടം കഠിനമായി ഉപദ്രവിച്ചു. കഠിനമായ പീഡനങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ വല്ലാതെ ക്ഷയിപ്പിച്ചു. 2. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ സൂക്ഷ്മത. ഉത്തരം: ദാനമോ പാരിതോഷികമോ അദ്ദേഹം സ്വീകരിച്ചിരുന്നില്ല. ഭക്ഷണം ലഭിക്കാത്തതിനാൽ ഒരിക്കൽ അദ്ദേഹം 3 ദിവസം പട്ടിണി കിടന്നു. അതറിഞ്ഞ ഒരു പണ്ഡിതൻ റൊട്ടിയുണ്ടാക്കി അദ്ദേഹത്തിനു നൽകി. ഭരണകൂടത്തിൽ നിന്ന് സമ്മാനം സ്വീകരിക്കുന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ റൊട്ടി ഇമാം സ്വീകരിച്ചില്ല. ഭരണകൂടം നൽകുന്ന സമ്മാനം സ്വീകരിക്കാൻ പാടില്ല എന്നായിരുന്നു ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ വീക്ഷണം. ഇനി നമുക്ക് 8-ാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. തഖ്സീസ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവചരിത്രത്തെക്കുറിച്ച് ഒരു പ്രസംഗം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. നമുക്കൊരു പ്രസംഗം തയ്യാറാക്കാം.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹനിധികളായ കൂട്ടുകാരെ, മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാനാണ് ഞാനിവിടെ എഴുന്നേറ്റ് നിന്നിട്ടുള്ളത്. നാഥൻ തൗഫീഖ് നൽകട്ടെ, ആമീൻ. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവിൻ്റെ 3-ാം വയസ്സിൽ പിതാവ് മരണപ്പെട്ടു. ചെറിയ പ്രായത്തിൽ തന്നെ അറിവ് തേടിയുള്ള യാത്ര ആരംഭിച്ചു. ഷാഫിഈ ഇമാമിനെ പോലെയുള്ള പ്രമുഖ പണ്ഡിതരിൽ നിന്നും ധാരാളം അറിവ് കരസ്ഥമാക്കി. 10 ലക്ഷത്തോളം ഹദീസ് മനഃപ്പാടമാക്കി. 7 ലക്ഷം ഹദീസുകളിൽ നിന്നും കടഞ്ഞെടുത്ത അദ്ദേഹത്തിൻ്റെ മുസ്നദ് എന്ന ഗ്രന്ഥം ശ്രദ്ധേയമാണ്. ലോകത്ത് അറിയപ്പെടുന്ന പ്രശസ്തരായ ഹദീസ് പണ്ഡിതർ മുഴുവനും ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യന്മാരാണ്. മഹാന്റെ കർമ്മശാസ്ത്ര വഴിയാണ് ഹംബലി മദ്ഹബ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സൗദി അറേബ്യ, സിറിയ തുടങ്ങിയ രാജ്യങ്ങളിലെ ജനങ്ങൾ ഈ മദ്ഹബ് പിന്തുടർന്ന് ജീവിക്കുന്നവരാണ്. ഇമാമുകൾക്കിടയിൽ വലിയ പീഡനങ്ങളും ദീർഘകാലത്തെ ജയിൽവാസവും സഹിച്ച വ്യക്തിയാണ് മഹാൻ. വളരെയധികം സൂക്ഷ്മതയോടുകൂടെ ജീവിച്ചു. അവിടുന്ന് ദാനമോ പാരിതോഷികമോ സ്വീകരിച്ചിരുന്നില്ല. ഭക്ഷണം ലഭിക്കാത്തതിനാൽ ദിവസങ്ങളോളം പട്ടിണി കിടന്ന സമയങ്ങളുണ്ട്. ഒരിക്കൽ യമനിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ വസ്ത്രം കളവുപോയി. നല്ല വസ്ത്രമില്ലാത്തതിനാൽ പുറത്തിറങ്ങാൻ സാധിച്ചില്ല. പലരും വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ മുന്നോട്ട് വന്നെങ്കിലും അദ്ദേഹം സ്വീകരിക്കാൻ തയ്യാറായില്ല. പിന്നീട് പകർത്ത് എഴുതിയതിന് കിട്ടിയ കൂലി കൊണ്ടാണ് അദ്ദേഹം വസ്ത്രം വാങ്ങിയത്. അഹ്ലുസുന്നയുടെ ആശയങ്ങൾ തുറന്നു പറഞ്ഞതിനാൽ അദ്ദേഹത്തെ അക്കാലത്തെ ഭരണകൂടം കഠിനമായി ഉപദ്രവിച്ചു. പക്ഷേ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയത്തിൽ നിന്ന് അദ്ദേഹം അളവ് വ്യതിചലിച്ചില്ല. ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നുമുള്ള തെളിവുകൾ ഉദ്ധരിച്ച് അദ്ദേഹം ബിദ്അത്തിൻ്റെ വാദങ്ങൾ ഖണ്ഡിച്ചു. മഹാനെ ഇമാമു അഹ്ലുസുന്ന എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടു. കഠിനമായ പീഡനങ്ങൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തെ വല്ലാതെ ക്ഷയിപ്പിച്ചു. ഹിജ്റ 241 റബീഉൽ അവ്വൽ 12 വെള്ളിയാഴ്ച രാവിലെ മഹാനവറുകൾ വഫാത്തായി. ജനാസ നമസ്കാരത്തിൽ 8 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുത്തു. അല്ലാഹു അവരെ ബറക്കത്തുകൊണ്ട് നമ്മെ എല്ലാവരെയും ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ, ആമീൻ. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.